കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May God's name be glorified tonight. 2021 അന്ത്യപാദത്തിലേക്ക് നാം വന്നെത്തി. We have come to the last lap of 2021. ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ഈ അവസാന നിമിഷം വരെ നമ്മെ അതിശയകരമായി നടത്തിയ ദൈവത്തിന്റെ കൃപകൾക്ക് ഞാനും നിങ്ങളോട് ചേർന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. For the great grace of God that led us so marvelously until this very moment, I thank God. നാം പിന്നിട്ട വഴി ദൂരം അറിയാതെ, ജീവിതയാത്രയുടെ ക്ലേശം അറിയാതെ, ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ നമ്മെ ഇന്നുവരെ തന്റെ ചുമലിൽ വഹിച്ച ദൈവം എത്ര നല്ലവൻ. How great and how good is our God who carried us on his shoulders, that we did not even understand or know the weight of the journey that we traveled in this world. ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് ദൈവം എനിക്ക് നൽകിയ ഒരു വിശേഷപ്പെട്ട അവസരമായി, ദൈവം എന്നോട് കാണിച്ച ഫേവറായി ഞാൻ കാണുകയാണ്. I consider this as a favor that I am with you tonight. ഞാനൊരു എൻ്റെ ഫാമിലി വിസിറ്റിങ്ങിന് വേണ്ടി വളരെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്നെ നിർബന്ധിച്ചത് കൊണ്ട് ഇപ്രാവശ്യം ഇവിടെ വന്നതാണ്. I came here to the United States to visit here only because one of my family members compelled me to come here for a family event. ഞാൻ വളരെ പ്രിയപ്പെടുന്ന സഭയാണ് ഡാളസ് AG ചർച്ച്. Assembly of God Dallas is a church that I love a lot. ഞാൻ വളരെയേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേര് ഈ കൂട്ടായ്മയിൽ. There are many people that I love and cherish and also honor in this congregation. എനിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പം ഇല്ലാത്തവരെ പോലും ഈ ചർച്ചിനെ ഓർത്ത് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് ഒരു അതിശയോക്തിയല്ല. And I'm not exaggerating when I say that even though you may not know me personally and I may not know you personally, but I pray for you every day. ഡാളസ് AG ചർച്ച് അസംബ്ലീസ് ഓഫ് ഗോഡ് മലബാറിലെ പ്രവർത്തനങ്ങളെ വർഷങ്ങളായി വിവിധ നിലകളിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. For many years the Assembly of God Dallas Church has been helping the ministry in Malabar of the Assemblies of God. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന തോമസ് ഊട്ടിച്ചാൻ മാലിയിൽ മറ്റ് മാലിയിൽ സഹോദരങ്ങള് വളരെ വർഷങ്ങൾക്ക് മുമ്പേ മലബാറിൽ വന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഞാൻ സ്നേഹിക്കുന്ന മോൻസി ബ്രദർ, ജെയിംസ്, ജോസഫ്, ഞാനിപ്പോൾ മിക്കപ്പോഴും വന്ന് താമസിക്കുന്ന എൻ്റെ ഹോം എവേ ഫ്രം ഹോം ആയി ഞാൻ കാണുന്ന എൻ്റെ സെക്കൻഡ് ഹോം കുഞ്ഞുബായി ബ്രദറിന്റെ ഭവനമാണ്. അവരെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. I praise God for the Malil brothers, brother Johnson George, brother Nine and Thomas, all these dear brothers and sisters who have been so good to me in the days past. ഡോക്ടർ ജെബ്സനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ കൃപ അവരോടും കുടുംബത്തോടും ഉണ്ടായിരിക്കുമാറാകട്ടെ. And I thank God for Dr. Jepson and family. ചിലരുടെ പേരുകൾ മാത്രം ഞാൻ പറഞ്ഞതുകൊണ്ട് ബാക്കിയുള്ളവർ അത്ര പ്രസക്തരല്ല എന്നല്ല. നിങ്ങളെ എല്ലാവരെയും സകലവിധ ആദരവോടെ ഞാൻ ഇന്ന് രാത്രിയിൽ സല്യൂട്ട് ചെയ്യുക. I salute each and every one of you. Just because I remembered a few names, do not think that every one of you other than that are unimportant. ഞാൻ വളരെ പ്രിയപ്പെടുന്ന ഡോക്ടർ ലെസ്ലി വർഗീസ്, തന്റെ കുടുംബം എല്ലാവർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ. May this fellowship be a blessing to us tonight. പ്രാർത്ഥനയോടെ ദൈവവചനത്തിന്റെ മുൻപാകെ നമുക്കായിരിക്കാം. Let us come to the word of God with prayer this evening. മലബാറിന് വേണ്ടി പ്രാർത്ഥിക്കാം. Continue to pray for Malabar. മലബാർ എന്റെ സ്വപ്ന ഭൂമിയാണ്. And Malabar is my dream world. കഴിഞ്ഞ 45 വർഷമായി ഞാൻ മലബാറിൽ താമസിച്ച കർത്താവിന്റെ വേല ചെയ്തു. I've been working in the vineyard of the Lord for the past 45 years in Malabar. ഇന്നും മലബാറിൽ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ കർത്താവ് ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ മൂത്ത മകളുടെ മരണശേഷം ഒരു തീരുമാനമെടുത്തു. ഒരു വർഷം പോയി ഒരു പുതിയ സ്ഥലത്ത് പാർത്ത് ഒരു പുതിയ സഭ തുടങ്ങണമെന്ന്. And after my oldest daughter's death, we took a decision that my wife and I, we will go to one place for 1 year and start a pioneer work every year. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ട്രാജഡി ആയിരുന്നു. And that was the biggest tragedy in our family life. ഞാൻ അതിനുശേഷം വായിച്ച ഒരു പുസ്തകമുണ്ട്, ഹെൻറി
ന്യൂവൻ എഴുതിയ ദ വുണ്ടഡ് ഹീലർ എന്ന പുസ്തകം. I mean, the Henry Newman's book, The Wounded Healer, that is a book that I read after my daughter's passing. That book advocates that only a wounded person could be an authentic healer. I mean, ഒരു മുറിവേൽക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥമായും ഒരു വ്യക്തിയുടെ പിശഗ്വരനായി നല്ല ഒരു പിശഗ്വരനായി മാറുവാൻ കഴിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ തളിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു മുനിസിപ്പൽ ടൗണിൽ പോയി ഒരു വാടക കെട്ടിടം എടുത്ത് ഒരു വർഷം അവിടെ പാർത്ത് ഒരു പ്രവർത്തനം അവിടെ And we went to Taliparamba and we took a rental place there and we worked there for a year. കോഴിക്കോട് ടൗൺ ചർച്ചിന്റെ സീനിയർ പാസ്റ്ററുടെ ആയി ഞാൻ And പ്രവർത്തിക്കുന്നു. I'm also the senior pastor of the Kozhikode Town എന്റെ Church. ചേർച്ചിലെ ലീഡ് എൽഡേഴ്സിനെ വിളിച്ചുകൂട്ടി ഞാൻ അവരോട് എന്റെ ദർശനം പങ്കുവെച്ചു. മാസത്തിലെ ആദ്യ സൺഡേ മാത്രം ഞാൻ കോഴിക്കോട് എത്തി അവിടെ വചനം ശുശ്രൂഷിക്കുകയും കർത്തൃമേശ നടത്തുകയും ചെയ്യുന്ന ക്രമീകരണത്തിലായി. And I made an arrangement that only on the first Sunday of the month I'll come to the Calicut Town Church and minister there and do the Lord's table. ഞാൻ തളിപ്പറമ്പ് മുനിസിപ്പൽ ടൗണിൽ കയറി ഇറങ്ങാത്ത വീടുകളില്ല. There are no houses where I have not been to in Taliparamba municipal വീടുകളുടെ town. വാതിൽക്കൽ ചെന്ന് ലഘുലേഖകൾ കൊടുക്കുകയും അവസരം കിട്ടുന്നവരോടൊക്കെ കർത്താവിന്റെ വചനം പങ്കുവെക്കുകയും I'll go door to door, give tracts, and I will share God's word whenever the opportunity opens. എന്റെ കുറെ സഹപ്രവർത്തകര് എന്റെ ചില കസിൻസിനോട് ചോദിച്ചു, പാസ്റ്റർ വി.ടി. എബ്രഹാമിന് വല്ല കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടോ? And some of my co-workers asked, like, I mean, has some mental issue has happened to Pastor V.T. Abraham? ദൈവസന്നിധിയിൽ കൂടുതൽ വേഗതയിൽ ദൈവത്തിന്റെ വേല ചെയ്യുവാനുള്ള ഒരു സമർപ്പണത്തിലേക്ക് ദൈവാത്മാവ് ഞങ്ങളെ The കൊണ്ടുപോയി. Holy Spirit brought us to a point where we need to do the work of God more swifter than we have done before. വളരെ പ്രയാസം നിറഞ്ഞ ആ സ്ഥലത്ത് ഒരു വർഷം കൊണ്ട് 34 പേരെ ദൈവം കൂട്ടായ്മയ്ക്കായി നൽകി. And in 1 year God brought together 34 new believers in that place. ഒരു ശുശ്രൂഷകനെ സഹപ്രവർത്തകനെ അതിന്റെ ചാർജ് ഏൽപ്പിച്ച് ഞാൻ പൊന്നാനി എന്ന് പറയുന്ന മുനിസിപ്പൽ ടൗണിലേക്ക് പ്രവർത്തനത്തിനായി. And I gave that work over to one of my co-workers and I went to another municipal town called Ponnani. ആ സമയത്താണ് കോവിഡിന്റെ രംഗപ്രവേശനം And ഉണ്ടായത്. then COVID entered into the world during that time. അവിടെ പോയി ഗ്രൗണ്ട് ബ്രേക്കിംഗ് പ്രയർ ടൂർ ഒക്കെ നടത്തി പ്രവർത്തിച്ചു വരികയാണ്. And we were doing the prayer walks and doing the groundbreaking work there. പൊന്നാനി മുസ്ലിങ്ങളുടെ ഒരു കേന്ദ്ര സ്ഥലമാണ്. And it is a center, epicenter of the Muslim people. ഒരാൾക്ക് മുസ്ലിം ആകണമെങ്കിൽ പൊന്നാനിയിൽ വന്ന് അവിടെ മതബോധന ക്ലാസുകൾ പങ്കുകൊള്ളണം. അവരുടെ കർമാദികളൊക്കെ അവർ ആചരിക്കേണ്ടതായി. In order for you to become a Muslim, you have to come to that place and they will teach you the etiquettes of the Muslim religion. അത് ഒരു ശത്രുവിന്റെ ഒരു സ്ട്രോങ് ഹോൾഡാണ്. And it is a stronghold of the enemy. അവിടെ ഒരു സഭ ഉണ്ടായി കാണുവാൻ എൻ്റെ ഉള്ളിൽ ഞാൻ കൊതിക്കുകയാണ്. And I am desiring in the heart of my heart for a church to be started there. മലബാറിലെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. Please pray for the work in Malabar. സാമ്പത്തികമായി കാസർഗോഡ് ജില്ലയെ സഹായിക്കുന്നുണ്ട്. And you as a church have been supporting the entire ministry of the Kasaragod district. അതിനെല്ലാം ഞാൻ ഏറെ നന്ദിയുള്ളവനാണ്. And I'm grateful for all of your support. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May God bless us. ഞാൻ ആ വാക്കുകൾ പറഞ്ഞ എൻ്റെ ആമുഖ വാക്കുകൾ അവസാനിപ്പിക്കുക. And let me end my introductory വളരെ words. വേഗത്തിൽ ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുവാൻ I താല്പര്യപ്പെടുന്നു. want to share a word with you കഴിഞ്ഞ tonight. 2 രാത്രി ദൈവത്തിന്റെ വചനം പങ്കുവെക്കുവാൻ ദൈവം എനിക്ക് അവസരം God തന്നു. granted me the opportunity to share God's word the last 2 nights. അതിന് അവസരം ഒരുക്കിയ സഭയോടും പാസ്റ്ററോടും ഞാൻ എൻ്റെ കടപ്പാട് And രേഖപ്പെടുത്തുക. I express my indebtedness to the pastor and to the church for that. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. And let us turn to the word of നമ്മുടെ God. അല്പനിമിഷത്തെ ധ്യാനത്തിനായി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം And the text that I have chosen for tonight's meditation. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വേദഭാഗങ്ങളാണ്. First Kings chapter 18 verses 42 through 44. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. First Kings chapter 18 verses 42 through 44. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി.
ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു തൻ്റെ ബാല്യക്കാരനോട് നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിനവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അതിനവൻ നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്ക എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. So Ahab went off to eat and drink. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്തു. But Elijah climbed to the top of Carmel, bent down to the earth ground and put his face between his knees. ആമേൻ. ഏലിയാവോ അവന്റെ തല കുനിച്ച് അവൻ മുട്ടിന്റെ ഇടയിലേക്ക് അവന്റെ തല കുനിച്ച് തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. Go and look toward the sea, he told his servant. അവന്റെ ദാസനോട് പറഞ്ഞു നീ ചെന്ന് കടലിന് നേരെ നോക്കുക. And he went up and looked. അവൻ ചെന്ന് നോക്കിയിട്ട് there is nothing there, he said. ഒന്നുമില്ല എന്ന് അവൻ പറഞ്ഞു. 7 times Elijah said, go again. ഏലിയാവ് പറഞ്ഞു 7 പ്രാവശ്യം ചെന്ന് നോക്കുക. The 7th time the servant reported a cloud as a man's hand, a cloud as small as a man's hand is rising from the sea. 7-ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. So Elijah said, go and tell Ahab, hitch up your chariot and go down before the rain stops you. അവൻ നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോകുക എന്ന് ബോധിപ്പിക്കാൻ. ഇന്ന് രാത്രി അല്പ നിമിഷങ്ങൾ ഞാൻ പങ്കുവെക്കുന്ന ഈ ചിന്തയ്ക്ക് കൊടുക്കുന്ന തലവാചകം small cloud has a big message. Amen. The title that I want to give to tonight's message is that ചെറിയ മേഘങ്ങൾക്ക് ഒരു വലിയ ദൂത് പറയുവാനുണ്ട്. Small cloud has a big message. ചെറിയ മേഘങ്ങൾക്ക് വലിയ ദൂത് പങ്കുവയ്ക്കുവാനുണ്ട്. ഏലിയാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. Elijah was a man of prayer. He was a man of faith. അവൻ വിശ്വാസവനായ മനുഷ്യനായിരുന്നു. He was a man who walked in obedience with the word of God. ദൈവത്തിന്റെ വചനത്തോട് അനുസരണം കാട്ടി പോയവനായിരുന്നു. He was a man who experienced God's provisions. ദൈവത്തിന്റെ കരുതലുകളെ അനുഭവിച്ചവനായിരുന്നു. Elijah appeared with Jesus on the Mount of Transfiguration. മറുരൂപമലയിൽ യേശുവിനോട് കൂടെ പ്രത്യക്ഷപ്പെട്ടവരിൽ ഒരുവനായിരുന്നു ഏലിയാവ്. Elijah entered Israel's history like a tempest and went out in a whirlwind. ഒരു കൊടുങ്കാറ്റ് പോലെ ഇസ്രായേൽ ചരിത്രത്തിലേക്ക് കടന്നു വരികയും ഒരു ചുഴലിക്കാറ്റിൽ ഈ ലോകത്തിൽ നിന്ന് തിരോധാനം ചെയ്യപ്പെടുകയും ചെയ്തവനായിരുന്നു ഏലിയാവ്. He was God's surgical knife lancing the festering sore of Israel's idolatry. ഇസ്രായേലിന്റെ വിഗ്രഹാരാധന എന്ന് പറയുന്നതായ വടുവിനെ ശസ്ത്രക്രിയ നടത്തി മാറ്റുന്നതിന് വേണ്ടി ദൈവം ഉപയോഗിച്ചതായ മൂർച്ചയേറിയ ശസ്ത്രക്രിയ കത്തിയായിരുന്നു അവൻ. Elijah was God's mouthpiece pronouncing judgment of drought on the land. ക്ഷാമത്തിന്റെയും ഊഷരതയുടെയും ദൈവത്തിന്റെ ന്യായവിധിയുടെയും ദൂതുകളെ ഇസ്രായേൽ ജനത്തിനോട് പറയുവാൻ ദൈവം ഉപയോഗിച്ചതായ വായായിരുന്നു അവൻ. So great was his fame. അവന്റെ ദൈവകൃപ വലിയ അപാരമായിരുന്നു. Elijah served God well. അവൻ ദൈവത്തെ യഥാർത്ഥമായും At സേവിച്ചവനായിരുന്നു. the mere mention of his name we think of earthquake, storms and fire. അവന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഭൂകമ്പങ്ങളും അതുപോലെ തന്നെ തീപിടുത്തങ്ങളും അതുപോലെയുള്ള മഴയും ചുഴലിക്കാറ്റുമൊക്കെയാ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. How did he come by all this? എങ്ങനെയാണ് ഇതൊക്കെ അവൻ ചെയ്തെടുത്തത്? ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. Elijah was a man of like passions like അവനൊരു us. സൂപ്പർ ഹീറോ ഒന്നും He was ആയിരുന്നില്ല. not a superhero, പക്ഷേ അവനൊരു പ്രാർത്ഥനാ but he was a മനുഷ്യനായിരുന്നു. man of prayer. അവൻ വിശ്വാസത്തിന്റെ He was a മനുഷ്യനായിരുന്നു. man of faith. ദൈവത്തോടുള്ള അനുസരണത്തിൽ He was നടക്കുന്നവനായിരുന്നു. a man who walked in obedience with ദൈവത്തിന്റെ God. വായ
was used by God in a time as a mouthpiece of God. ഏലിയാവിനെ കുറിച്ചുള്ള ഈ പഠനത്തിൽ ദൈവാത്മാവ് നമുക്ക് തരുന്ന The സന്ദേശം, message that the Holy Spirit gives us in the connection with the message here. we need to live on our knees if we want to see uncommon miracles in this ഈ generation. കാലഘട്ടത്തിൽ ഈ തലമുറയിൽ അസാധാരണമായ സാധാരണമായ ചില അത്ഭുത പ്രവർത്തികൾ കാണണമെങ്കിൽ ദൈവത്തിന്റെ ജനം മുട്ടിന്മേലിരിക്കണം. Hallelujah. സ്തോത്രം. ദൈവം പ്രവർത്തിക്കുന്ന നാളുകളാണ് ഈ നാളുകൾ എന്ന് ഞാൻ I വിശ്വസിക്കുന്നു. believe that these are the days that the Lord is going to work. We are going to experience a second wave of great outpouring of God's precious Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനിതര സാധാരണമായ ഒരു കവിഞ്ഞൊഴുക്ക് അനുഭവിക്കുന്ന തലമുറയിലാണ് ഞാനും നിങ്ങളും And ജീവിക്കുന്നത്. I tell you tonight that the hell does not have enough demons to stop that revival that God is going to send as an answer to our prayers. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഈ കാലഘട്ടത്തിൽ ദൈവം അയക്കുന്ന ആത്മപ്രവർത്തനത്തെ തടഞ്ഞു നിർത്തുവാൻ ഈ പാതാളത്തിനകത്തുള്ളതായ ഭൂതസഞ്ചയങ്ങൾക്ക് കഴിവില്ല. അവർക്ക് അതിൻ്റെതായിട്ടുള്ള നമ്പർ ഇല്ല എന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്. And the church is going to take the message of the cross to the lost neighbors and friends with the signs, wonders, miracles and healings. അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും രോഗാവശാന്തിയുടെ പ്രവർത്തനങ്ങളാലും കുരിശിന്റെ സന്ദേശം നഷ്ടപ്പെട്ട ഒരു ജനത്തിന്റെ മധ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം സമയം ഉപയോഗിക്കും. 2022 അസാധാരണ ദൈവപ്രവർത്തികൾ നമ്മുടെ കണ്ണുകൾ കാണുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. Oh, if you believe that in 2022 we are going to see mighty works of God that you have not seen before, unprecedented word, let's lift up our hands and praise God. ഇവിടെ ഏലിയാവ് കർമ്മൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി അവൻ മുഴങ്കാലുകൾക്കിടയിൽ തന്റെ മുഖം വെച്ചുകൊണ്ട് നിലത്തു കുനിഞ്ഞ് അവൻ പ്രാർത്ഥിക്കുകയാണ്. Elijah is mounting up on Mount Carmel, crouched down on the earth, put his face between his knees. Elijah's prayer was based on the promises of God. ഏലിയാവിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു. എന്ത് ഏലിയാവ് ദൈവിക വാഗ്ദത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുകയാണ്. He is praying on the foundation of the promises of God. എന്താണ് ആ വാഗ്ദത്തം? What are the promises? ഏലിയാവ് പ്രാർത്ഥിക്കുവാൻ അവന് പ്രചോദനം നൽകിയ കാര്യം എന്താ? What prompted him, inspired Elijah to pray? 18 അധ്യായം 1 വാക്യം. Chapter 18 verse 1. നാം വായിച്ച അധ്യായം അതിന്റെ ആരംഭ വാക്യം. And that is the beginning verse of the chapter. അവിടെ തിരുവെഴുത്ത് ഇങ്ങനെ The പറയുന്നു. word of God says, ഏറെ നാൾ കഴിഞ്ഞിട്ട് after some time, 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ on അരുളപ്പാടുണ്ടായി. the third day, the word of God came to നീ Elijah. ചെന്ന ആഹാബിന് നിന്നെ തന്നെ കാണിക്കുക. Go and show yourself to ഞാൻ Ahab. ഭൂതലത്തിൽ മഴ പെയ്യിക്കുവാൻ I പോകുന്നു. will send rain on the face of the earth. ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിക്കുവാൻ I will പോകുന്നു. send rain upon ഞാൻ the earth. ഭൂതലത്തിൽ മഴ പെയ്യിക്കുവാൻ I പോകുന്നു. will send rain upon ആ the earth. വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. Elijah is holding on to the promise and praying. ഇന്ന് രാത്രി നമുക്ക് ദൈവം തന്ന വാഗ്ദത്തത്തെ കുറിച്ചുള്ള ആ തിരിച്ചറിവ് ദൈവാത്മാവ് നമുക്ക് നൽകട്ടെ. Let the Holy Spirit give us the discernment about the promises that God has given us. അപ്പോസ്തല പ്രവൃത്തി 2:17-18. Oh, chapter 2 verses 17 and 18 of the Acts of the Apostles. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ In പകരും. the end times I'll pour my spirit upon all flesh. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും Your പ്രവചിക്കും. sons and daughters shall നിങ്ങളുടെ prophesy. യൗവനക്കാർ ദർശനങ്ങൾ Your കാണും. young men see നിങ്ങളുടെ visions. വൃദ്ധന്മാർ സ്വപ്നങ്ങളെ Your കാണും. old men will see എന്റെ dreams. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും അന്നാളിൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. Upon my servants and maid servants I'll pour my spirit upon them. ഇത് And they shall also prophesy. ദൈവസഭയ്ക്ക് ദൈവം നൽകിയ വാഗ്ദത്തമാണ്. This is the promise to the church. ഡാളസ് AG ചർച്ചിന് ദൈവം നൽകിയ വാഗ്ദത്തമാണ്. This is the promise to the Assembly of God Dallas Church. അന്ത്യകാലത്ത്
അന്ത്യകാലം? What is the end time? അന്ത്യകാലം തുടങ്ങിയത് മർക്കോസിന്റെ മാളികമുറിയിലാണ്. The beginning of the end was in the upper room of Mark. പെന്തക്കോസ്ത് നാളിലാണ്. On the day of Pentecost. അന്ത്യകാലം അവസാനിക്കുന്നത് യേശുവിന്റെ പുനരാഗമനത്തിലാണ്. And in the first phase and the second coming of Jesus Christ is when the end time is going to end. അങ്ങനെയെങ്കിൽ നാം ഇന്ന് ജീവിക്കുന്നത്, ഞാൻ പറയട്ടെ, we are living in the last of last days. നമ്മൾ അന്ത്യകാലത്തിന്റെ അന്ത്യനിമിഷങ്ങളുടെ അന്ത്യപാദങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അന്ത്യനാളുകളിലാണ് We പാർക്കുന്നത്. are living in the end days. നമുക്കുള്ള വാഗ്ദത്തമാണ് അപ്പോസ്തല പ്രവൃത്തി 2:17-18. Acts of the Apostle 2:17 and 18 are promises for us. ഞാൻ എന്റെ ആത്മാവിനെ സകല ജഡത്തിന്റെ മേൽ I'll pour പകരും. my spirit upon all flesh. ചെവി തുറന്ന് കേൾക്കുക. Oh, open your ears and hear. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. Your sons and daughters shall prophesy. ദൈവം കൃപാവരങ്ങളുടെ പകർച്ച ദൈവസഭയ്ക്ക് അയക്കും. അത് ദൈവിക വാഗ്ദത്തമാണ്. The outpouring of the Holy Spirit, the gifts of the Spirit shall be poured out into the church. നിങ്ങളുടെ യൗവന യുവാക്കന്മാർ യുവതികൾ ദർശനങ്ങൾ Your കാണും. young men and women shall see dreams. വൃദ്ധന്മാർ സ്വപ്നങ്ങളെ Your കാണും. old men and women shall see എന്റെ dreams. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും അന്നാളിൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. Upon my servants and maidservants I'll pour my spirit, and they shall also prophesy. ആ വാഗ്ദത്തത്തിന്റെ നിവർത്തിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I praise God for the fulfillment of the prophecy. അതെന്റെ കണ്ണ് കാണുമെന്ന് ഞാൻ I വിശ്വസിക്കുന്നു. believe that I'll see it with my eyes. Udara kabariara dalara tularaba rigamana varava shandara dalaraba. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, Dearly beloved who are listening to me, we need the full power of Pentecost. പെന്തക്കോസ്തിന്റെ പൂർണ്ണ ശക്തി നമുക്ക് We ആവശ്യമാണ്. need a desperate awakening of the outpouring of God's precious Holy Spirit. പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ കവിഞ്ഞൊഴുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉത്തേജനവും നവോത്ഥാനവും തരണം. അസംബ്ലീസ് ഓഫ് ഗോഡ് ലോകമെമ്പാടും 2020 മുതൽ 2030 വരെ ഡിക്കേഡ് ഓഫ് റിവൈവൽ എന്ന് നാമകരണം ചെയ്ത് ദിനം രാജ്യങ്ങളിൽ പ്രാർത്ഥിച്ചു വരികയാണ്. The entire Assemblies of God Church has declared this decade as a decade of revival. ഉണർവിന്റെ ദശാബ്ദമെന്ന് നാമകരണം ചെയ്ത് they've been praying for it. ശ്രദ്ധിച്ചു കേൾക്കുക. Listen to us carefully. നമ്മുടെ ഈ തലമുറ ഇതുവരെ ദൈവമഹത്വം കണ്ടിട്ടില്ല. This generation is yet to see the real glory of God. നമ്മുടെ യുവതി യുവാക്കൾ ഇതുവരെ ദൈവമഹത്വം കണ്ടിട്ടില്ല. Our young brothers and sisters are yet to see the real glory of God. ഞാൻ പറയട്ടെ, ദൈവം തന്റെ മഹത്വം ദൈവസഭയിൽ ദൈവസഭ മുഖാന്തരം ദേശത്ത് വെളിപ്പെടുത്തുവാൻ ദൈവസഭ മുഴങ്കാലിൽ ജീവിപ്പാൻ അഭ്യസിക്കട്ടെ. Oh, let the church of Jesus Christ train herself to come back on her knees so that the glory of God shall be revealed to the nation. അതുകൊണ്ടാണ് ആരംഭത്തിൽ ഞാൻ പറഞ്ഞത്. That's why I said it in the introduction. If we need to live on our knees, if we want to see uncommon miracles, അനിതരസാധാരണമായ അത്ഭുതങ്ങൾ നമ്മുടെ കണ്ണിന് അനുഭവവേദ്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടിന്മേൽ നാം ഇരുന്നേ മതിയാകും. ഞാൻ പറയട്ടെ, there is going to be an increase in the ingathering of unsaved. ആമേൻ. ഇതുവരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തതായ ഒരു കൂട്ടം ജനതയെ ദൈവത്തിന് വേണ്ടി വിളിച്ചു ചേർക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു പ്രവൃത്തിയായി മാറുവാൻ പോകുന്നു. Like a magnet, the glory of God will dwell upon a community, draws the unsaved, and they are brought into the knowledge of Jesus Christ. ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഒരു സമൂഹത്തിൽ വെളിപ്പെടുമ്പോൾ അതിലേക്ക് രക്ഷിക്കപ്പെടാത്ത അനേക ആയിരങ്ങൾ ഓടിക്കൊടും. ദൈവമഹത്വം ജാതികൾ കാണത്തക്കവണ്ണം ഈ പട്ടണത്തിലും ദൈവം അയക്കുമെന്ന്
വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. If you believe that God is going to send His glory and revival in this land, in this community, lift up your hands and praise the Lord. ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. We should pray for our material നമ്മുടെ needs. മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി We should പ്രാർത്ഥിക്കണം. pray for our children. പക്ഷെ നമ്മുടെ പ്രാർത്ഥന അതിൽ മാത്രം But ഒതുങ്ങരുത്. do not be self-centered in that. നമ്മുടെ കണ്ണുകൾ ദൈവമഹത്വം കാണണം. Oh, our eyes should see the glory of നമ്മുടെ God. തലമുറ ദൈവമഹത്വം കാണണം. Our children should see the glory of God. ജാതികൾ ദൈവമഹത്വം Nations should കാണണം. see the glory of God. അത് സംഭവിക്കണമെങ്കിൽ In order for that to happen, നാം മുഴങ്കാലിൽ ജീവിക്കുവാൻ we അഭ്യസിക്കണം. should train ourselves to be on our knees. ദൈവസഭയെ ഈ രാത്രി ദൈവാത്മാവ് ആഹ്വാനം The ചെയ്യുകയാണ്. Holy Spirit is encouraging the church tonight. മുഴങ്കാലിൽ ജീവിക്കുന്ന ഒരു കൂട്ടം എവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ. Let there be a group of people who live on their knees here. അത് ചെയ്യുമെങ്കിൽ If you do that, there will be an increase in supernatural manifestations. ദൈവത്തിന്റെ അമാനുഷികമായ പ്രവർത്തികളുടെ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ നാം കാണും. Unusual and mighty wonders and miracles, unusual things will happen as a result of the prayer of God's people. ദൈവത്തിന്റെ ജനത്തിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി ഇതുവരെ കണ്ടിട്ടില്ലാത്ത അസാധാരണമായ അത്ഭുതങ്ങൾ, വീര്യപ്രവർത്തികൾ, അടയാളങ്ങൾ നടക്കും. Things that are never expected. ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ചിലത്. Things we cannot always explain. നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കാത്ത Supernatural manifestations. ഹല്ലേലൂയ, അമാനുഷികമായ ശക്തിയുടെ പ്രവർത്തനം. Healings. ഹല്ലേലൂയ, വലിയ വലിയ വിടുതലുകൾ, Miracles. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, Deliverances. വിടുതലിന്റെ ശുശ്രൂഷകൾ, Angelic visitations. ദൂതസഞ്ചയങ്ങളുടെ പ്രവർത്തനങ്ങൾ. Anything and everything God desires will happen. Yes, in the midst of God's people. ദൈവത്തിന്റെ ജനത്തിന്റെ മധ്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന എന്തും എവിടെയും എപ്പോഴും നടക്കാം. ഇത് ഈ കാലഘട്ടത്തിൽ ദൈവം ചെയ്യും. God will do it in this generation. ഞാനത് വിശ്വസിക്കുന്നു. I believe it. ഞാനത് I വിശ്വസിക്കുന്നു. believe it. ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാ ദിവസവും ചില വർഷങ്ങളായി കോഴിക്കോട് രാവിലെ ഞങ്ങൾ 5 മുതൽ 6 വരെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പൊ അത് 5:30 മുതൽ 7 മണി വരെ രാവിലെ പ്രാർത്ഥിക്കുന്നു. 5 to 6:30 and now 5:30 to 7 we pray in our Calicut church. ഒരു ദിവസം പോലും ഈ കോവിഡിന്റെ സമയത്ത് പോലും മുടങ്ങിയിട്ടില്ല. We have not hindered that any day, even in this COVID time. ഈ വർഷം പ്രാർത്ഥന ഒന്നുകൂടെ ഇൻക്രീസ് ചെയ്തു. Our prayer increased a little bit more. ഈ രാവിലെ പ്രാർത്ഥന കൂടാതെ And not only our morning prayer, എല്ലാ ദിവസവും every day രാവിലെ 10 മുതൽ from 10 morning ഉച്ച 1 മണി വരെ until 1 noon. ചേർച്ചിൽ പ്രാർത്ഥന നടന്നു We വരികയാണ്. have prayer every day in our church. പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം ജാതികൾ കാണത്തക്ക നിലയിൽ പെന്തക്കോസ്തിന്റെ ശക്തി ദേശത്ത് വെളിപ്പെടേണ്ടതിനാണ്. We pray that the manifestation of the glory of God shall be revealed to the Gentiles. ദൈവ വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഏലിയാവ് പ്രാർത്ഥിക്കുന്നു. Elijah is praying on the foundation of the promise of God. എന്താണ് ആ വാഗ്ദത്തം? Do you know what that promise ഞാൻ is? ഭൂതലത്തിൽ മഴ പെയ്യിക്കുവാൻ പോകുന്നു. I am going to pour a rain on the land. ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിക്കുവാൻ I'm going പോകുന്നു. to pour rain on the land. ദൈവത്തിന്റെ ആത്മാവിന്റെ നിലയ്ക്കാത്ത പകർച്ച ദൈവം അയക്കുന്ന നാളുകളാണ്. These are the days that God is going to pour His relentless, torrential downpour of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ തോരാത്ത മഴ. Oh, the torrential downpour of the Holy Spirit. നിലയ്ക്കാത്ത ഒരു പെരുമഴക്കാലം. Oh, a time of rain that is relentless. ദൈവം സഭയുടെ മേൽ അയക്കും. വിശ്വസിപ്പാൻ ദൈവജനം തയ്യാറാകട്ടെ. Let the church be willing and able and prepared to believe that.
ദൈവം വാഗ്ദത്തം നിവർത്തിക്കും. God will fulfill his promise. ദൈവം വാഗ്ദത്തം God നിവർത്തിക്കും. will fulfill his promise. കാത്തിരിക്കുന്ന ജനം ദൈവമഹത്വം കാണും. Those who wait upon the Lord shall see the glory of കാത്തിരിക്കുന്ന God. ദൈവസഭ ദൈവമഹത്വം ദർശിക്കും. The church of God that wait on the Lord shall see the നമ്മുടെ glory of God. കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്നവരായി തീരും. Your son shall prophesy. കൃപാവരങ്ങളുടെ പകർച്ച ദൈവസഭയുടെ മേൽ അയക്കും. The gifts of the Holy Spirit shall pour into the church. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തിന് If you believe that, clap your hands and praise the Lord. Hallelujah. Hallelujah. ദൈവം വാഗ്ദത്തം നിവർത്തിക്കും. God will fulfill his promise. സംഖ്യ പുസ്തകം 23:19 Numbers 23:19. അവിടെ നാം ഇങ്ങനെ The വായിക്കുന്നു. word of God says, വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, God is not a man to lie. അനുതപിക്കുവാൻ അവൻ മനുഷ്യപുത്രനുമല്ല. He is not the son of man to താൻ repent. കൽപ്പിച്ചത് അവൻ ചെയ്യാതിരിക്കുമോ? He will, when he said he താൻ shall he not അരുളി do it. ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? After he spoke, shall he not make it good? ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തി എന്റെ കണ്ണ് കാണും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കട്ടെ. If you believe that your eyes shall see the glory of God, praise him tonight. ഞാൻ വിശ്വസിക്കുന്നത് I believe പാതാള ഗോപുരങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ ആവാത്ത വിധം ഈ ആത്മനദി അത് പ്രവഹിച്ച് ദേശമെങ്ങ് വ്യാപിക്കും. oh, the gates of hell shall not prevail against the power of the Holy Spirit, and the river of the Holy Spirit shall flow into the entire world. That can be, and that is unabated. ഈ നദി വടക്കൻ കേരളത്തിൽ It വ്യാപരിക്കും. will flow into northern ഇത് Kerala. കേരളമെമ്പാടും പ്രവഹിക്കും. It will flow into the entire ഇത് land of Kerala. ഭാരതമെമ്പാടും പ്രവഹിക്കും. It will flow into the nation of ഇത് India. ഭാരതത്തിന് വെളിയിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഈ നദി പ്രവഹിച്ചെത്തും. It will flow into the Asian countries. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ നദി പ്രവഹിച്ചെത്തും. This river shall flow into the European ലാറ്റിൻ nation. അമേരിക്കൻ രാജ്യങ്ങളിൽ ഈ നദി The പ്രവഹിച്ചെത്തും. Latin American countries will flow. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ നദി പ്രവഹിച്ചെത്തും. This river shall flow into the African continent. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഈ നദി പ്രവഹിച്ചെത്തും. This river shall flow into the communist nation. മുസ്ലിം രാജ്യങ്ങളിൽ ഈ നദി പ്രവഹിച്ചെത്തും. This river shall flow into the Muslim nation. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെ Wherever this river goes, ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കും. every moving creature shall live. വളരെ മത്സ്യം ഉണ്ടാകും. There will be fishes in the river. സകലവും ജീവിക്കും. Everything shall revive. ജീവിപ്പിക്കുന്ന ദൈവാത്മാവേ, Hallelujah. The Holy ഞങ്ങളുടെ Spirit മേൽ revives. വരണമേ. Holy Spirit revive us ഇന്ന് again. രാത്രി എത്ര പേർ How പ്രാർത്ഥിക്കും? many people will pray that tonight? ജീവിപ്പിക്കുന്ന ദൈവാത്മാവേ, Holy Spirit that revives us. ഞങ്ങളുടെ മേൽ വരണമേ. Flow into us. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, Upon our children, O Lord. ഞങ്ങളുടെ യൗവനക്കാരുടെ Upon മേൽ, our young men and women. ഞങ്ങളുടെ സഭയുടെ മേൽ, Upon our church, O Lord. ഞങ്ങളുടെ സമൂഹത്തിന്റെ Upon മേൽ, our community, Lord. ഞങ്ങളുടെ ദേശത്തിന്റെ Upon മേൽ, our land, O Lord. ഞങ്ങളുടെ രാജ്യങ്ങളുടെ മേൽ Upon the nations, O Lord. ജീവിപ്പിക്കുന്ന ദൈവാത്മാവേ, The Holy Spirit that revives us. അങ്ങ് വരണമേ. Come. ഇന്ന് രാത്രി എത്ര പേർ How പ്രാർത്ഥിക്കും? many people will pray? Come Holy Spirit. Amen. ദൈവാത്മാവേ വരണമേ. ദൈവാത്മാവേ വരണമേ. Holy Spirit, come. പെന്തക്കോസ്തു നാളിലെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ. Oh, give us a time of refreshing like that of the old on the day of Pentecost. Sadala Ramani Arabala Hatura Raba Shamdalari Adalaraba Hamdalara Kaba Shierele Teri Adalaraba Rudaloria Mana Rabshalara Hatalara Shidala Kamari Adalaraba Hamdalara Shakarame Yaraba Hamdalara Shierala Adalaraba. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി. Elijah mounted on Carmel.
അവൻ നിലത്തു കുനിഞ്ഞു. And he crouched on the അവൻ floor. മുഴങ്കാലുകൾക്കിടയിൽ മുഖം വെച്ചു. He put his face in between his knees. അവൻ ദൈവത്തോട് He പ്രാർത്ഥിച്ചു. prayed to God. നിങ്ങൾ എല്ലാവരും ഇവിടെ ഒരു നിമിഷത്തോടെ ശ്രദ്ധിക്കുക. Just please listen to us. Elijah prayed earnestly. Amen. Eliyahu ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. His was not a lukewarm prayer. Amen. അവന്റെ ഒരു ഉണങ്ങിയ പ്രാർത്ഥനയല്ലായിരുന്നു. ശ്രദ്ധിക്കുക. Amen. I am convinced that the enemy of a true revival is the common place of Christianity. Amen. ശരിയായ ഉണർവിന്റെ ശരിക്കുമുള്ള എതിരാളി ശത്രു എന്ന് പറയുന്നത് ക്രിസ്ത്യാനിത്വത്തിന്റെ സാധാരണത്വമാണ്. ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കാം. I will explain it. നോർമൽ ചേർച്ച്, The normal church, സാധാരണ സഭ, നോർമൽ preaching, സാധാരണ പ്രസംഗം, നോർമൽ praying, സാധാരണ പ്രാർത്ഥന, ഇതൊരിക്കലും ഒരു ഉണർവിനെ കൊണ്ടുവരില്ല. that will not bring a revival. ഏലിയാവിന്റെ പ്രാർത്ഥന ഒരു സാധാരണ പ്രാർത്ഥനയായിരുന്നു. Elijah's prayer was not a normal prayer. പരിശുദ്ധാത്മാവ് അതിന് സാക്ഷ്യം പറയുന്നു. Holy Spirit is giving a testimony of it. യാക്കോബിന്റെ ലേഖനം 5:16-17 വാക്യം. James chapter 5 verse 16 and 17. പരിശുദ്ധാത്മാവ് പറയുന്ന സാക്ഷ്യമാണ്. The Holy Spirit is giving the testimony. അവിടെ നാം ഇങ്ങനെ വഹിക്കുന്നു. We hear like this. ആ നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. The effective prayer of the righteous avails much. Stotram. The effectual fervent prayer of a righteous man avails much. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു. എന്നിട്ട് 17 വാക്യത്തിൽ തൊട്ടടുത്ത വാക്യത്തിൽ പറയുകയാണ്. Verse 17 it says, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. Elijah was a man subject to like passions as we are. അവൻ പ്രാർത്ഥനയിൽ ദൈവത്തോട് മഴ പെയ്യാതിരിക്കേണ്ടതിന് അപേക്ഷിച്ചു. And he prayed earnestly that it might not rain. 3 സംവത്സരവും 6 മാസവും മഴ പെയ്തില്ല. For 3 months, 3 years and 6 months there was no rain on അവൻ land. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ When he prayed again, ആകാശത്ത് നിന്ന് മഴ പെയ്തു. the heaven gave rain. ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. And the earth brought forth the fruit. എല്ലാവരും ശ്രദ്ധിക്കുക. Listen to us carefully. Elijah prayed earnestly. ഏലിയാവ് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സഭേ, നമ്മുടെ Church. ഉണക്ക പ്രാർത്ഥന പഠിച്ച് പദവല്ലികൾ വല്ലരിയോ ഉപയോഗിച്ച് നാം കഴിക്കുന്ന പ്രാർത്ഥനയോട് ഇന്ന് രാത്രി വിട പറയുക. Can we say goodbye to our so-called prayer, our traditional prayer that we have learned by heart? ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, A prayer that is effective, fervent. അതിന്റെ ഉത്തമ മാതൃക നമ്മുടെ കർത്താവായ യേശുവാ. Jesus is a perfect example for it. ലൂക്കോസ് 22:44. Luke 22:46. There the Bible says, being in anguish, Jesus prayed more earnestly. Amen. മരണവേദനയിലായിരുന്ന യേശുനാഥൻ കൂടുതൽ മനോവ്യഥയോടെ പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കുക. Listen to us. യേശു കർത്താവ് ഗെത്സമനയിൽ വെച്ച് പ്രാർത്ഥിക്കുക. Jesus is praying at the garden of തിരുവെഴുത്ത് Gethsemane. അവിടെ ഇങ്ങനെ പറയുന്നു. And the word of God says, അവൻ പ്രാണവേദനയിലായി. and he is in a travailing agony. അവൻ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. He is praying earnestly. അവന്റെ വിയർപ്പ് തുള്ളികൾ നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളികൾ പോലെയായി. And his sweat is falling to the ground, but it is falling as blood. അതിന്റെ മറുപടി എന്തായിരുന്നെന്നറിയാമോ? Do you know what the answer for that ദൂതൻ ഇറങ്ങി വന്ന കർത്താവിനെ ബലപ്പെടുത്തി. was? And the angel came and strengthened Jesus. അപ്പോസ്തല പ്രവൃത്തി 12:5. Amen. Acts of the Apostle 12:5. So Peter was kept in prison and the church was praying to God more earnestly for Peter. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ശ്രദ്ധിക്കണേ.
Listen to us. ആ പ്രാർത്ഥനയുടെ മറുപടി You know എന്തായിരുന്നെന്നറിയാമോ? what the answer for that prayer was? പത്രോസിനെ തടവിലാക്കിയിരിക്കുക. Peter is in the prison. യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. James has been beheaded. പത്രോസ് അവരുടെ ലീഡറാണ്, Peter is the പെന്തക്കോസ്തുകാരുടെ. leader at that time. അവനെ പിടിച്ച് ജയിലിലാക്കി. Now he is in the prison. ഹെരോദാവാണ് അത് ചെയ്തത്. Herod has done that. അവൻ ചിന്തിച്ചു, യാക്കോബിനെ കൊന്നത് ജനത്തിന് പ്രസാദമായി. And when James was beheaded, the people liked it. പത്രോസിനെ കൊന്നാൽ അത് എംപിടി ജനത്തിന്റെ പ്രിയം സമ്പാദിക്കാം എന്ന് താൻ വിചാരിച്ചു. So he thought that he will be able to get more liking of the people by killing Peter. അങ്ങനെ പത്രോസ് ഇപ്പോൾ തടവിലാണ്. Peter is in the prison now. അവന്റെ കൈകൾ രണ്ട് ചങ്ങലയിൽ, And his hands are അവന്റെ കാലുകൾ ചങ്ങലയിൽ, his legs are in chain. അവനെ അപ്പുറയും ഇപ്പുറയും ആയുധധാരികളായ പടയാളികൾ, Soldiers who are armed are on either side. നാല് ചേവകർ നാല് ഭാഗത്ത്, ഇതാ ഒന്നാം ഗേറ്റിൽ രണ്ടാം ഗേറ്റിലൊക്കെ നാല് പട്ടാളക്കാർ ആയുധധാരികളായി നിൽക്കുകയാണ്. Armed soldiers, 4 armed soldiers each in the first gate and the second gate to prevent people from encroaching. ഒരു ദൈവവൈതലിന് ഇതുപോലെ കാവൽ നിർത്താൻ ശത്രു തുനിഞ്ഞ ഒരു സംഭവം ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയില്ല. We do not see it in the entire annals of the Bible where a man of God has been imprisoned and has been given so much of security. എന്നാൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. Amen. The church prayed earnestly. അതിന്റെ ഫലം എന്താണ്? You know what the answer for? Angelic visitation. ദൂതൻ ഇറങ്ങി വന്നു. The angel came down. അവനെ തട്ടി ഉണർത്തി. The angel woke him up. കയ്യിൽ നിന്ന് കാലിൽ നിന്ന് ചങ്ങല അഴിഞ്ഞു പോയി. The chains fell from his arms and his ഒന്നാം legs. കാവലും രണ്ടാം കാവലും കടന്നു. The first gate and the second gate they passed. പട്ടണത്തിന്റെ ഇരുമ്പ് വാതിലും തനിയെ അവർക്ക് വേണ്ടി തുറന്നു. And even the iron gates of the temple of the city opened. പത്രോസിനെ ദൂതൻ വീഥിയിലേക്ക് കൊണ്ടുപോയി. Now Peter is now taken to the പ്രാർത്ഥിക്കുന്ന street. ജനം ഇരുന്ന വീട്ടിന്റെ വാതിൽക്കൽ പത്രോസ് എത്തി. Peter is now in front of the house where the people were പ്രിയമുള്ളവരെ, ഇന്നും ദൈവത്തിന് അതിലും വലിയത് ചെയ്യുവാൻ കഴിയോ? God can do greater things today. ബൈബിൾ പറയുന്നു, The word of God says, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യും. oh, those who believe in me will do greater ഞാൻ things. പിതാവിന്റെ അടുക്കൽ I പോകുന്നത് am കൊണ്ട് going to the presence of my Father. അതിലും വലിയതവർ You ചെയ്യും. will do greater things. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്ത് തരും. Whatever that you shall ask of me, I shall do them for you. ഇത് യേശുവിന്റെ വാക്കുകളാണ്. These are the words of Christ. ഇത് കർത്താവിന്റെ വാക്കുകളാണ്. These are the words of Jesus Christ. നമ്മുടെ അന്തരാത്മാവിൽ വിയർപ്പ് കണങ്ങൾ പൊടിയുമാറ് പ്രാർത്ഥനയിൽ പോരാടുവാൻ മുഴങ്കാലിൽ ജീവിക്കുവാൻ അഭ്യസിക്കുന്ന ദൈവജനം എവിടെ എഴുന്നേൽക്കുമോ അവിടെ പെന്തക്കോസ്തിന്റെ ആ പൂർണ്ണ ശക്തി വെളിപ്പെടും. Oh, wherever there will be a group of people who are willing to bend their heads in the presence of God and be on their knees and pray effectively and fervently, the power of Pentecost will manifest in an unprecedented way. 5-6 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാം. And in 5-6 minutes I will end. കരമുയർത്തി നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാം. Can we lift up our hands and praise God? ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. Can we praise God? ദൈവമഹത്വം കണ്ണ് കാണുമെന്ന് വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Believe that God gonna see the glory of God. Let's praise Him. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി. Elijah was on Mount Carmel. അവൻ നിലത്ത് കുനിഞ്ഞു. And he was on the ground. മുഴങ്കാലുകൾക്കിടയിൽ അവൻ മുഖം വെച്ചു. And he put his face in അവൻ between his. ദൈവത്തോട് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. And then he started praying to God. എന്നാൽ അവന്റെ ആദ്യത്തെ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി ലഭിച്ചില്ല. Amen. The first prayer was not answered. ഏലിയാവ് പ്രാർത്ഥന നിർത്തിയില്ല.
Elijah did not അവൻ stop. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, തന്റെ ഭൃത്യനോട് പറഞ്ഞു, നീ കടലിന് മീതെ പോയി നോക്കുക. Amen. First he told his servant, go and see by the sea. അവൻ നോക്കിയിട്ട് വന്ന് പറഞ്ഞു, യജമാനെ ഒന്നും കാണുന്നില്ല. Then the servant said, I am not seeing anything. He said to his servant 7 times, And look again. 7 പ്രാവശ്യം പറഞ്ഞു, പോയി നോക്ക്. Go again. നീ പോയി നോക്ക്. Keep looking. നീ പോയി നോക്കിക്കൊണ്ടേയിരിക്കുക. വില്യം മക്ബേണെ എന്ന് പറയുന്ന ഗിഫ്റ്റഡ് ബൈബിൾ ടീച്ചർ, William McBurney, the gifted Bible teacher, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, he said like this: മഴ പെയ്യാൻ നാം പ്രാർത്ഥിക്കുമ്പോൾ when we pray for the rain, കൊട എടുത്തുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. have the umbrella with you. ഏലിയാവ് പ്രതീക്ഷയോടെയാണ് പ്രാർത്ഥിക്കുന്നത്. Elijah has an expectation. 7ാമത്തെ പ്രാവശ്യം, On the 7th day, ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, Amen. If I say it again, ഈ ചാൾസ് വെസ്ലി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകൻ. and the starter, the founder of Methodist Church, Charles Wesley, has said, God does nothing except in response to believing prayer. വിശ്വസിക്കുന്ന പ്രാർത്ഥനയുടെ പ്രതികരണമല്ലാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. ഹലോ, Amen. ഒന്നുകൂടെ കര ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. Can we lift up our hands and praise God? അവൻ പറഞ്ഞു, 7ാം പ്രാവശ്യം നീ പോയി നോക്കുക എന്ന് പറഞ്ഞു. And he said, on the 7th time, go and check. അവൻ 7ാം പ്രാവശ്യം ചെന്ന് നോക്കി. And on the 7th time, he checked. അവൻ വന്ന് മറുപടി പറഞ്ഞു, the servant reported, And ദാസൻ പറഞ്ഞു, a cloud as small as a man's hand is rising from the sea. ഒരു മനുഷ്യന്റെ കൈപ്പത്തി പോലെയുള്ള ഒരു മേഘം കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നിങ്ങൾ അത് ശ്രദ്ധിച്ചോ? Did you listen to it? ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം. A small cloud, the hand size of a man. കര ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. Can we lift up our hands and praise God? A cloud as small as a man's hand is rising from the sea. ചക്രവാള സീമയിൽ നിന്ന് പൊങ്ങുന്ന മേഘത്തിന്റെ വലിപ്പം ഒരു മനുഷ്യന്റെ കൈപ്പത്തിയുടെ വലിപ്പം. ദൈവാത്മാവ് എന്നോട് പറഞ്ഞ വചനം ഞാൻ പറയാം. Let me tell you the word that the Lord gave. God always works with the little things. ദൈവം ചെറിയതിനെ കൊണ്ടാ തുടങ്ങുന്നേ. നമ്മൾ ദൈവസന്നിധിയിൽ ആരുമല്ലായിരിക്കാം. We may be nothing in his presence. സമൂഹത്തിൽ നമുക്ക് വലിയ We may not സ്ഥാനമില്ലായിരിക്കാം. have a name in the society. You may be the least among your people. നിന്റെ ജനത്തിന്റെ മധ്യത്തിൽ നീ ഒന്നുമല്ലായിരിക്കാം. ദൈവ മുഴങ്കാലിൽ ജീവിക്കുവാൻ അഭ്യസിക്കുന്നവനെ ദൈവത്തിന് ഈ തലമുറയിൽ ഉപയോഗിപ്പാൻ കഴിയും എന്ന് ഈ വചനം നമുക്ക് ആലോചന പറയുകയാണ്. There is a counsel that the word gives. If you are willing to bend your head and your knees in the presence of God, you may be the least of the least, ഒരു but മനുഷ്യൻ, God will use you. ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം. A man's hand അത് size. കണ്ടപ്പോൾ അത് കേട്ടപ്പോൾ ഏലിയാവ് പറഞ്ഞ എന്താണെന്നറിയാമോ? You know what Elijah said? വലിയ മഴയുടെ മുഴക്കം എന്റെ കാതുകളിൽ ഞാൻ കേൾക്കുന്നു. I hear the mighty roar. ചെറിയ മേഘത്തെ കൊണ്ട് ഭൂതലത്തെ മുഴുവൻ നനയ്ക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാ ഞാനും നിങ്ങളും സേവിക്കുന്നത്. Hallelujah. Our God is a God who is able to bring a torrential downpour with the hand-sized cloud. 5 അപ്പവും 2 മീനും കൊണ്ട് അവൻ 5000 പോഷിപ്പിച്ചു. With 5 loaves of bread and 2 fishes, he was able to feed the 5,000. He uses little faith to move a mountain. ഒരു പർവ്വതത്തെ നീക്കുവാൻ അവൻ ചെറിയ വിശ്വാസത്തെ ഉപയോഗിക്കുന്നവനാണ്. മത്തായി 17:20 നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങി കടലിലേക്ക് ചാടി പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. Oh, Matthew 17:20, if you have a mustard sized faith and if you tell the mountain to
pluck out and go into the cast into the sea. It will happen. A cloud as small as a man's hand is rising from the ഒരു sea. മനുഷ്യന്റെ കൈയോളം വലിപ്പമുള്ള മേഘം ചക്രവാള സീമയിൽ പൊങ്ങുന്നു. ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. Let me end here. The answer to your prayer is on the way. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വഴിയിലുണ്ട്. You have been praying and fasting for the last so many months or years. അനേക നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഉപവസിച്ചുകൊണ്ടിരിക്കുക. No matter how things might look right now, എത്ര മാത്രം ശോചനീയമാണ് അവസ്ഥയെങ്കിലും joy is coming. നിനക്ക് വേണ്ടി ഒരു സന്തോഷം വച്ചിട്ടുണ്ട്. Healing is coming. നിനക്ക് വേണ്ടി ഒരു സൗഖ്യം Miracle is going to happen. ദൈവം വച്ചിട്ടുണ്ട്. Your sorrows will vanish away. നിന്റെ ദുഃഖം മാറുന്ന ദിവസം വരികയാ. Your night will turn to day. നിന്റെ രാത്രി കഴിവാറായി. കൈ പോലെ ഒരു ചെറിയ മേഘം. Fish-sized cloud is rising. Hallelujah. എന്റെ പ്രാർത്ഥനയുടെ മറുപടി, Your answer for your prayer. എന്റെ പ്രാർത്ഥനയുടെ മറുപടി, The prayer answer for എന്റെ your prayer. ഉപവാസത്തിന്റെ മറുപടി, Oh, the answer for your fasting. എന്റെ കണ്ണ് കാണുന്ന You are ദിവസങ്ങളാ. going to see it with your eyes. Joy is coming. Healing is coming. Deliverance is going to take place. Miracles are going to happen.